അല്ലാഹുല്ലദീ ഖലഖകും, അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. സുമ്മ റസഖകും, എന്നിട്ട് അവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകി. സുമ്മ യുമീതുകും, പിന്നെ നിങ്ങൾ അവൻ മരിപ്പിക്കുന്നു. സുമ്മ യുഹ്യീകും, പിന്നീട് അവൻ നിങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യും, ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. ഹൽ മിൻ ശുറകാഇകും മൻ യഫ്അലു മിൻ ദാലികും മിൻ ശൈഇ, ഇതിൽപ്പെട്ട ഈ 4 കാര്യങ്ങൾ, അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചു, അള്ളാഹു നിങ്ങൾക്ക് ഉപജീവനം നൽകി, അള്ളാഹു നിങ്ങളെ മരിപ്പിക്കുന്നു, അള്ളാഹു നിങ്ങളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും. ഈ കാര്യങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന വല്ലവരും നിങ്ങൾ പങ്കാളിയാക്കിയവരുടെ കൂട്ടത്തിലുണ്ടോ? എന്താ ചോദ്യം? ഒരു കാര്യം, ഇതിലുള്ള ഒരു കാര്യം അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വിഗ്രഹങ്ങളാകട്ടെ, മറ്റ് ജാരദൈവങ്ങളാകട്ടെ, കുരിശിലുള്ളതാകട്ടെ, മറ്റെന്തോ ആകട്ടെ, ഈ 4 കാര്യങ്ങളിൽ എന്തെങ്കിലും അവർ ചെയ്യുന്നുണ്ടോ? പിന്നെ എങ്ങനെ അവർ അള്ളാഹുൽ പങ്കു ചേർക്കും? ഒരു പങ്കാളി എന്തെങ്കിലും റോള് വേണ്ടേ? ഒന്നുമില്ല. അതാ അള്ളാഹു ചോദിക്കുന്നു, ഹൽ മിൻ ശുറകാഇകും മൻ യഫ്അലു മിൻ ദാലികും മിൻ ശൈഇ, അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന വല്ലവരും നിങ്ങൾ പങ്കാളിയാക്കിയവരുടെ കൂട്ടത്തിലുണ്ടോ? സുബ്ഹാനഹു, അവൻ എത്രയോ പരിശുദ്ധനാണ്. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിനെല്ലാം അവൻ അല്ലാഹു അതീതനായിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എന്തൊരു ആയത്താണിത്! ഈ 4 കാര്യങ്ങൾ ഓരോ മനുഷ്യനും ഏറ്റവും നിർണായകമാണ്. നമ്മളെ സൃഷ്ടിക്കപ്പെട്ടത് അല്ലാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത്. സുമ്മ റസഖകും, പിന്നീട് എല്ലാ കായികനികളും വീടും പാർപ്പിടവും ജോലിയും എല്ലാം അല്ലാഹുവാണ് നൽകിയത്. സുമ്മ യുമീതുകും, നമ്മളെ മരണത്തിൽ നിന്ന് മറ്റേതെങ്കിലും ദൈവങ്ങൾക്ക് തടയാൻ കഴിയുമോ? സുമ്മ യുഹ്യീകും, പിന്നീട് അവൻ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. ഇതിൽപ്പെട്ട ഒരു കാര്യം ചെയ്യാത്തവരെ ദൈവങ്ങളാക്കി വെക്കുന്നതിലും വലിയ അക്രമം എന്തുണ്ട്? ظهر الفساد في البر والبحر بما كسبت أيدي الناس, മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചത് നിമിത്തം കരയിലും കടലിലും കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിനെ മറന്നു ജീവിക്കുക, അള്ളാഹുവിനോട് പങ്കു ചേർക്കുക, അവൻ്റെ നിയമങ്ങൾ പാലിക്കാതെ ജീവിക്കുക, പിന്നീട് അക്രമവും കൂടി അതിൻ്റെ കൂടെ ചേർന്നാൽ കടലിലും കരയിലും കുഴപ്പങ്ങൾ പൊട്ടിപ്പുറപ്പെടും. അതുറപ്പാണ്. ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون, അവർ പ്രവർത്തിച്ചതിൻ്റെ ചിലതിൻ്റെ ഫലം അവർക്ക് ആസ്വദിപ്പിക്കുവാൻ വേണ്ടി എത്രയത്. ഒരു വേള എന്തുകൊണ്ട് ഇങ്ങനെല്ലാ നഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയേക്കാം എന്നതുകൊണ്ടാണത്. നബിയെ പറയുക, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് നിങ്ങളൊന്ന് നോക്കൂ. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കുക. കാന അക്സറുഹും മുശ്രികീൻ, അവരിൽ അധിക പേരും ബഹുദൈവാരാധകരായിരുന്നു. ഏറ്റവും വലിയ അക്രമം അതാണ്, അള്ളാഹുവിനെ കൂടാതെ മറ്റു വസ്തുക്കളെ ആരാധിക്കുക എന്നത്. അതോടൊപ്പം ഭൂമിയിൽ കുഴപ്പങ്ങളും അക്രമവും അള്ളാഹുവിനെ ധിക്കരിച്ചുള്ള ജീവിതവും അവനെ പങ്കുചേർക്കലും എല്ലാം കൂടിയായാൽ കുഴപ്പങ്ങൾ